മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ വിനീത പ്രണാമം. ഭാരതത്തിലെ ആത്മീയത അത് എത്ര ഗഹനമായിട്ട് വിവരിച്ചാലും മനസ്സിലാക്കുക എന്നുള്ളൊരു തലമുണ്ട്. രണ്ടാമത്തൊരു തലമുണ്ട്, അതിൻ്റെ അനുഭൂതി പകരുക എന്നുള്ളത്. ഭാരതത്തിൽ ഒരു ദൈവസങ്കല്പം, ആ ദൈവം നമുക്ക് കുറേ നിർദ്ദേശങ്ങൾ നൽകുന്നു എന്ന സങ്കല്പം, ആ നിർദ്ദേശങ്ങൾ നമ്മൾ ജീവിതത്തിൽ അക്ഷരം പ്രതി ഒരു ഓർഡർ പോലെ അനുസരിക്കുന്നു എന്ന സങ്കല്പം, ഇതൊന്നും ഭാരതത്തിലില്ല. ഈശ്വരൻ ആഗ്രഹിക്കുന്നു, ഈശ്വരൻ നിർദ്ദേശിക്കുന്നു, ദൈവം പറയുന്നു, ദൈവം ഉപദേശിക്കുന്നു. ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ ഭാരതീയ ആത്മീയത, ഭാരതീയ ഈശ്വര സങ്കല്പവുമായിട്ട് താരതമ്യം ചെയ്യാനേ സാധ്യമല്ല. ഞാൻ 2 ക്ലാസ് മുമ്പ് നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി, ഭാരതത്തിലെ ആചാരങ്ങൾ, വിചാരങ്ങൾ, വിശ്വാസങ്ങൾ, സങ്കല്പങ്ങൾ ഇവയെല്ലാം വ്യത്യസ്ത തലത്തിലുള്ളവർക്ക് ചിന്തിച്ച് വിശകലനം ചെയ്ത് ഉൾക്കൊള്ളുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യാനുള്ള തലങ്ങളുള്ളതാണ്, വ്യത്യസ്ത ലെവലിലുള്ളതാണ്. ഭാരതത്തിലെ ആത്മീയത എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ്റെ ഭാഷയിൽ സാധാരണ രീതിയിൽ വിവരിക്കുകയാണെങ്കിൽ ഈശാവാസ്യമിതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന ത്യക്തേന ഭുഞ്ജീധാ മാ ഗൃധ കസ്യ സിദ്ധനം. ഇത് യജുർവേദത്തിൻ്റെ 40-ാം അധ്യായമായ ഈശാവാസ്യ ഉപനിഷത്തിലെ 1-ാമത്തെ വരിയാണ്. ഇത് സാധാരണക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു വരി കൊണ്ട് സാധിക്കും. പക്ഷെ അതേ വരി ഒന്ന് ശാസ്ത്രീയമായിട്ട് ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ വിശകലനം ചെയ്യണമെങ്കിൽ, ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് അത്യന്താധുനിക ഫിസിക്സ്, ബയോകെമിസ്ട്രി അല്ലെങ്കിൽ കെമിസ്ട്രിയുടെ തലത്തിലേക്കാണ് ഉയരുക. ആധുനിക ഫിസിക്സിൻ്റെ അല്ല, അത്യന്താധുനിക ഫിസിക്സിൻ്റെയും ബയോകെമിസ്ട്രിയുടെയും തലത്തിലേക്ക് ഇത് ഉയർത്തി വിശകലനം ചെയ്യാൻ നമുക്ക് സാധിക്കും. അതായത് ഈശാവാസ്യം ഇദം സർവം, ഇദം സർവം ഈശാവാസ്യം, ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം ജഗതീശ്വരനാൽ വസിക്കപ്പെടുന്ന സ്ഥലമാണ്. യത് കിഞ്ച ജഗത്യാം ജഗത്, ഈ ലോകമായ ലോകമെല്ലാം ഈശ്വരനാൽ വസിക്കപ്പെടുന്ന സ്ഥലമാണ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഈശ്വരൻ ആകാശത്തിലിരുന്ന് ഒരു കസേരയിലിരുന്ന് തൻ്റെ ആളുകൾക്ക്, പ്രജകൾക്ക് ഒരു രാജാവ് നിർദ്ദേശം കൊടുക്കുന്നത് പോലെ നിർദ്ദേശം കൊടുക്കുന്ന ഒരാളായിട്ടല്ല, ഒരു വ്യക്തിയായിട്ടല്ല, വ്യക്തിയുടെ രൂപത്തിലല്ല ഭാരതീയർ ഈശ്വരനെ കണ്ടിരുന്നത്. ഒരാളായിട്ടായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളിലും ഈശ്വരൻ വസിക്കുന്നു എന്ന പദം അപ്രായോഗികമാണ്. ഈശ്വരൻ വസിക്കണമെങ്കിൽ അത് ഒരു മനുഷ്യൻ്റെ രൂപത്തിൽ സാധ്യമല്ല. അപ്പോൾ ഭാരതീയ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ തന്നെ അതിഗഹനമായ പഠനം ആവശ്യമാണ്. യഥാർത്ഥത്തിൽ ആധുനിക ശാസ്ത്രം ഉപയോഗിക്കുകയാണെങ്കിൽ എബവ് ആവറേജ് വിദ്യാഭ്യാസ നിലവാരമുള്ളവർക്കും ഇത് മനസ്സിലാക്കാൻ സാധിക്കും. ശാസ്ത്രത്തിൻ്റെ സഹായത്താൽ ഭാരതീയ ആത്മീയത അല്പം കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എങ്കിലും ഒന്ന് അകത്തേക്ക് ഇറങ്ങിച്ചെല്ലണം. പുറത്തുനിന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറേയെല്ലാം മനസ്സിലായി എന്ന് തോന്നാം. പക്ഷേ അത് അകത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴേ യഥാർത്ഥത്തിലുള്ള വസ്തുത എന്താണെന്ന്, സത്യം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് ഉപനിഷത്ത് എഴുതിയ ഋഷിവര്യൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. യജ്ഞവൽക്യ മഹർഷി എഴുതിയ ഈശാവാസ്യ ഉപനിഷത്തിൽ അവസാനത്തേതിന് മുമ്പ് വരുന്നൊരു ശ്ലോകമുണ്ട്.
എന്താണത്? ഹിരൺമയേന പാത്രേണ സത്യസ്യാപിഹിതം മുഖം തത് ത്വം പൂഷൻ അപാവൃണു സത്യധർമായ ദൃഷ്ടയേ. നല്ലൊരു സന്ദേശമാണ് അതിനകത്തുള്ളത്. സ്വർണ്ണ നിറത്തിലുള്ള പാത്രം കൊണ്ട് അഥവാ കവറ് കൊണ്ട് ഹിരൺമയേന പാത്രേണ സത്യത്തിൻ്റെ മുഖം സർഫസ് പ്രതലം അപിഹിതം കവർ ചെയ്തിരിക്കുന്നു. സത്യത്തിൻ്റെ പ്രതലം സ്വർണ്ണ നിറത്തിലുള്ള ഒരു കവർ കൊണ്ട് മൂടിയിരിക്കുന്നു. നമ്മൾ ദൂരെ നിന്ന് സത്യത്തെ ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർ, സത്യദർശനം ആഗ്രഹിക്കുന്നവർ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ ആ സ്വർണ്ണ നിറത്തിലുള്ള കവറിൻ്റെ തിളക്കമായിരിക്കും, ഷൈനിങ് ആയിരിക്കും നമ്മൾ കാണാം. അത് യഥാർത്ഥത്തിൽ സത്യത്തിൻ്റെ കവറിങ് അല്ല, സത്യത്തിൻ്റെ തിളക്കമല്ല, സത്യത്തിൻ്റെ കവറിൻ്റെ തിളക്കമാണ്. സത്യത്തിൻ്റെ കവറിൻ്റെ ആകൃതി എന്താണ്? അതിൻ്റെ നിറം എന്താണ്? സ്വർണ്ണ നിറത്തിലുള്ള സർക്കുലറായിട്ടുള്ള ഒരു കവറായിരിക്കും സത്യത്തിനിട്ടിരിക്കുന്നത് എങ്കിൽ ദൂരെ നിന്ന് സത്യത്തിൻ്റെ സാക്ഷാത്കാരം ആഗ്രഹിക്കുന്ന വ്യക്തി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കവറിൻ്റെ തിളക്കമാണ്. ആ കവറ് ത്വം നിങ്ങൾ പൂഷൻ അപാവൃണു പ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ എടുത്തു മാറ്റണം. അതായത് അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രയാണത്തിൽ തമസോമാ ജ്യോതിർഗമയ, ആ ജ്യോതിർഗമയ എന്ന പ്രയാണത്തിൽ ഈ കവറ് എടുത്ത് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ സാധിക്കും? തത്വം പൂഷന്നപാവൃണു സത്യധർമായ ദൃഷ്ടയേ. സത്യവും ധർമ്മവും കാണുന്നതിന് ആ കവറ് എടുത്തു മാറ്റിയാൽ നമുക്ക് സാധിക്കും എന്നാണ് അർത്ഥം. ഇംഗ്ലീഷ് വാക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കില്ലേ? നമുക്ക് കേൾക്കാനും സാധിക്കും. എന്താ ഇംഗ്ലീഷ് വാക്ക്? കവർ എടുത്ത് മാറ്റുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയുക? ഡിഷ് കവർ എന്നല്ലേ പറയുക? ഡിഷ് കവർ. കവർ എടുത്ത് മാറ്റിയാൽ നമുക്ക് യഥാർത്ഥം കാണാൻ സാധിക്കും. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഭാരതീയ ആത്മീയത എന്ന് പറയുന്നത് തേജോ യത്തേ രൂപം കല്യാണതമം തത്തേ പശ്യാമി യുവാസൗ പുരുഷസോഹമസ്മി എന്നാ പറയുക. ആ കവറെടുത്ത് മാറ്റുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന തേജോമയമായ ഒരു രൂപം, അത് എല്ലാവരും കാണുന്നു. കല്യാണതമം മംഗളകരമായിട്ടുള്ള ഒരു രൂപമാണത്. യോവാസൗ പുരുഷ സോ അഹമസ്മി. എന്നിലും ഈ പ്രപഞ്ച പുരുഷനിലുമുള്ള ഒരേ ഒരു ചൈതന്യത്തെ ഈ കവറെടുത്ത് മാറ്റുമ്പോൾ എനിക്ക് കാണാൻ സാധിക്കുന്നു. അർത്ഥം ഇത്രയുമേ ഉള്ളൂ. അഗാധ തലത്തിലേക്ക് ഇറങ്ങിച്ചെന്നാൽ മാത്രമേ ഈശ്വരസങ്കല്പത്തിൻ്റെ എന്നിലും നിങ്ങളിലും സർവചരാചരങ്ങളിലുമുള്ള ഈശാവാസ്യമിതം സർവം എന്ന് പറഞ്ഞ ആ പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് നമുക്ക് കാണാൻ, നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതേത് തലത്തിലുള്ളവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? ഉപനിഷത്ത് പഠിക്കാൻ തുടങ്ങുന്നവർക്ക്. ഉപനിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉപ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക്, നിഷത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം നയിക്കപ്പെടുന്നത്. ആരെ നയിക്കപ്പെടുന്നു? എന്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്നു? നിങ്ങളെ എന്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്നു? ശാശ്വത സത്യമായ പരമമായ ഈശ്വര ചൈതന്യത്തിൻ്റെ അടുത്തേക്ക് നയിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥസമാഹാരമാണ് ഉപനിഷത്ത്. അതിനെ നമ്മൾ വേദാന്തം എന്ന് പറയുന്നു. വേദത്തിൻ്റെ അവസാന ഭാഗങ്ങളിൽ വരുന്നത് കൊണ്ട് വേദ അന്തം, വേദം, ബ്രാഹ്മണം, ആരണ്യകം, ഉപനിഷത്ത്. അപ്പം 4 അവസാനം വരുന്നതാണല്ലോ ഉപനിഷത്ത്. അതുകൊണ്ട് ആ ഉപനിഷത്തിനെ വേദാന്തം എന്ന് പറയുന്നു. വേദാന്തത്തിൻ്റെ വിവരണം എന്താണ്? പരമമായ ശാശ്വതമായ ഈ പ്രപഞ്ചത്തിൽ